പുതിയ വിവരം ഇറങ്ങിയിട്ടുണ്ട്. കോമാട്ടുചാലിലെ അബ്ദുള്ളക്ക് കിട്ടിയ പുതിയ വഹി കോളാമ്പി അത് പറയുന്നുണ്ട്. കോളാമ്പി പറയാണ്, ഈ കാന്തപുരം ഉസ്താദ് കരഞ്ഞത് എന്തിനാണെന്ന് അറിയുമോ? കരഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? അത് കോളാമ്പി പറയുന്നുണ്ട്. കോളാമ്പി പറയണമെന്ന് കേട്ടോ നോക്കിയും. കാന്തപുരം ഉസ്താദ് എന്തിനാണ് കരഞ്ഞതെന്ന് കോളാമ്പി പറയും. കോളാമ്പി ഒന്ന് പറയട്ടെ. ഉസ്മാന് എന്തിനാ അത് പറഞ്ഞത്? എന്തിനാ കരയിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്? ഉസ്താദ് കരഞ്ഞത് എന്തിനാണ്, കരയിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് എന്തിനാണ്? ഉസ്താദിനെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തതാ. ആദ്യം എന്താണെന്ന് വെച്ചാൽ യോഗം കൂടി. ആ പരിപാടിക്ക് പോകുന്നതിൻ്റെ മുന്നേ യോഗം കൂടിയിട്ട് തീരുമാനിച്ചു ഉസ്താദ് ഒന്ന് കരയണമെന്ന്. ആ പ്ലാൻ കൂടി തീരുമാനിച്ച തീരുമാനം കോളാമ്പി അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ലോ, വല്ലാത്തൊരു വിവരം തന്നെ കേട്ടോ. അഥവാ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയ ഈ പരിപാടിയിൽ, അപ്പോൾ ഈ പരിപാടിയിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉസ്താദ് കരയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. അത് എന്തിനാണെന്നുള്ളവൻ പറയുന്നുണ്ട്, ഒന്ന് പറയട്ടെ. 100ാം വാർഷികം വിജയിപ്പിക്കാൻ. 100ാം വാർഷികം വിജയിപ്പിക്കാനാണ്. 100ാം വാർഷികം വിജയിപ്പിക്കാനാണ് ഉസ്താദിനെ കൊണ്ട് കരയിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് പ്ലാൻ ചെയ്ത് യോഗം കൂടി. ആ പ്രസംഗിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് യോഗം കൂടിയിട്ട് ഉസ്താദിനോട് കരയാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? 100ാം വാർഷികം വിജയിപ്പിക്കാൻ. പുതിയ വിവരാട്ടോ. ഇൽഹാമ വഹിയോ എന്താണോ കോളാമ്പിക്ക് കിട്ടിയിരിക്കുന്നത് അതാ. പറയട്ടെ, ബാക്കിയും പറയട്ടെ. പൈസ വരാന് മൊയ്ലിയന്മാർ പൈസ കൊടുക്കൂല്ലോ, നാടന്മാരിറങ്ങണല്ലോ. മൂല്യന്മാർ പൈസ കൊടുക്കൂല, നാടന്മാരിറങ്ങണല്ലോ. കോളാമ്പി നൗഷാദേ, എനിക്ക് തെറ്റ് പറ്റിയടാ. കാന്തപുരം ഉസ്താദിൻ്റെ ടീമിലുള്ളതൊക്കെ ഹൈടെക് മൂല്യന്മാരാണ്. ഇത് കരുതിയ മാതിരി ലോക്കൽ ടെക്സ്റ്റൈൽസിൻ്റെ കീസേറ്റ് നടക്കുന്ന മൂല്യന്മാരല്ല. അത് മനസ്സിലായിക്കോ. കാന്തപുരം ഉസ്താദിൻ്റെ ടീമിലുള്ള മൂല്യന്മാരൊക്കെ ഹൈടെക് മൂല്യന്മാരാണ്. അവരൊക്കെ ചങ്ങായി ഏതെങ്കിലും ബസ്സിൽ കൂടി പോണിച്ച് കണ്ടുക്കണോ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ കാറ് ഇന്നോവ ക്രെസ്റ്റ ഫോർച്യൂണർ വരെ ഉപയോഗിക്കുന്ന മൂല്യന്മാരാണ്. എൻ്റെ മാതിരി ഇപ്പോഴും സൈക്കിളുമ്പോൾ പോണ മൂല്യന്മാരല്ല, ടെക്സ്റ്റൈൽസിൻ്റെ കീസേറ്റ് നടക്കുന്ന മൂല്യന്മാരല്ല. കാരണം എനിക്ക് അത് പറയാം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളവസ്ഥ ഇപ്പോൾ അതാണ്. മൊത്തത്തിൽ ലോൺ എടുത്തുകൊണ്ട് ആകെ കുടുങ്ങി പ്രയാസപ്പെട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കടങ്ങളും, അതുപോലെ പല ആൾക്കാരുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിയിട്ട് കൊടുക്കാതെയും. എനിക്കെന്നെ എൻ്റെ അറിവിൽ തന്നെ ഒരു 4ഓളം ആളുകൾക്ക് 1.5 ലക്ഷം 1,50,000 രൂപക്കായിട്ട് കൊടുക്കാൻ ഈ നൗഷാദനുണ്ട്. ഫോണടിച്ചെടുക്കൂല. അപ്പോൾ അവർ പലരും എന്നായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തുകൊണ്ട് വിടരുതേന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ റെക്കോർഡും എൻ്റെ അടുത്തുണ്ട്. വിടാത്തത് കൊണ്ടാണ്. കാരണം അതുകൊണ്ട് കാര്യമില്ല, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം അവനെ വിളിച്ച് ചോദിച്ചു, തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാതൃകത്തെ മൂല്യന്മാരല്ല കാന്തപുരം ഉസ്താദിൻ്റെ പിന്നിലുള്ളത്. കാന്തപുരം ഉസ്താദിൻ്റെ പിന്നിലുള്ള ഹൈടെക് മൂല്യന്മാർ നല്ല പൈസക്കാരാണ്. മൂല്യന്മാരെന്നെ നല്ല പൈസക്കാരാണ്. നല്ലോണം മൂല്യന്മാരെന്നെ കൊടുക്കുന്നുണ്ട്. എത്ര പൈസ മൂല്യന്മാരൊക്കെ കൊടുക്കണറിയിച്ച്, എത്ര പൈസ അറിയിച്ച്. എൻ്റെ മാർക്കത്തെ ടീമല്ല. അത് മനസ്സിലായിക്കോ. എനിക്ക് തെറ്റ് പറ്റി. എനിക്ക് കിട്ടിയ വഴിയുണ്ടല്ലോ, അത് ഇബിലീസിൻ്റെ വഴിയായതുകൊണ്ടാണ് തെറ്റിയത്. കാരണം ഇബിലീസിൻ്റെ ത്വരീക്കത്തിലാണല്ലോ. അപ്പോൾ ഇബിലീസിൻ്റെ വഴി അത് ശരിയായില്ല, ആ വഴി തെറ്റാണ്. കാരണം കാന്തപുരം ഉസ്താദിൻ്റെ പിന്നിലുള്ളതൊക്കെ വലിയ ഹൈടെക് മൂല്യന്മാരായതുകൊണ്ട് നല്ല പൈസ ഓല് കൊടുക്കും, ഭയങ്കര പൈസ കൊടുക്കും. ഉസ്താദ് കരയൊന്നും വേണ്ട, ഉസ്താദ് വന്ന് കിട്ടിയാൽ മതി, ഉസ്താദൊന്ന് ഇരുന്നാൽ മതി, വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ കായിട്ടും. ഇതെന്താ കരുതിയത്? അതിന് പൈസ കിട്ടാനാണ് കരച്ചിലിറക്കി കൊടുത്തത്. പൈസ കിട്ടാനാണ് കരച്ചിലിറക്കി കൊടുത്തത്. എവിടുന്നാണ് ഇവനൊക്കെ കയറി വരുന്നത് റബ്ബേ? ഞാനതൊക്കെ ഇങ്ങനെ പറയണെന്തിനറിയോ? ജനങ്ങൾ ഇവരുടെ ഈ കോമാളിത്തരം മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ വിടുന്ന വീഡിയോകളൊക്കെ 2000-3000 ആളുകൾ നിത്യേനായിട്ട് കാണുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പല ആളുകളും തെറ്റിദ്ധരിച്ചിരുന്ന ആളുകൾ, പലരും തൊള്ളി തോന്നിയത് വിളിച്ചിരുന്ന ആളുകൾ സെപ്പറേറ്റ് ഫോൺ ചെയ്ത് കണ്ട് അവരൊക്കെ പല മാറ്റങ്ങളും വന്നു. കാരണം ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ്
ഇവർ ഒരു ഇബിലീസിൻ്റെ തൊലീക്കത്ത് തന്നെയാണ് എന്ന്. അല്ലെങ്കിൽ കരഞ്ഞിനെ കൊണ്ട് ആരെങ്കിലും കൂട്ടരെ കായ് കൊടുക്കും, എന്നാൽ കരഞ്ഞുകൊണ്ട് കിടന്നാൽ മതിയല്ലോ. എവിടുന്നാ ഇവനൊക്കെ വണ്ടിയരി. എന്നാൽ ഇവൻ്റെ ഷെയ്ഖ് പറയണത് വേറെയാണ്. അതാ രസം. ഷെയ്ഖ് പറഞ്ഞത് അത് ഓർത്തുകാണ്ട് കരയാൻ, മൂപ്പരുടെ അത് നന്മയാണ് പറഞ്ഞത്. അത് ഓർത്തുകാണ്ട് കരയൽ അഥവാ പൂർവികരായ ആളുകളെ ഓർത്ത് കരയൽ അത് മൂപ്പരുടെ നന്മയാണ്. അത് കോമാടൻ പറയണേ. കോമാടൻ്റെ കോളാമ്പി പറയണ് കരഞ്ഞത് എന്തിനാ അറിയോ? അത് പൈസ ഇട്ടാനാണ്, 100-ാം വാർഷികം വിജയിപ്പിക്കാനാണ്. എന്നാൽ ഞാൻ വെറുതെ പറയല്ല, കോമാടൻ പറയട്ടെ. അത് പറഞ്ഞ് ഓർത്ത് കരയാൻ മൂപ്പർക്ക് തൗഫീഖ് ഉണ്ടായത് അത് മൂപ്പര നന്മയാണ്. കേട്ടില്ല നിങ്ങൾ? നൗഷാദിൻ്റെ ഷെയ്ഖ് പറഞ്ഞത്, കോമാട്ടുചാലിൽ അത് പറഞ്ഞത്, അത് ഓർത്ത് കരയാൻ അത് മൂപ്പരുടെ നന്മയാണ്, അതിനുള്ള തൗഫീഖ് ഉണ്ടായത്. അത് ഓർത്ത് കരയാനുള്ള തൗഫീഖ് ഉണ്ടായത് അത് മൂപ്പരുടെ നന്മയാണ്. ഈ വിഷയം അഥവാ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം, അത് ഓർത്ത് കരയാൻ അത് മൂപ്പരുടെ തൗഫീഖ്, അത് ഓർത്ത് കരയാനുള്ള തൗഫീഖ് ഉണ്ടായത് അത് മൂപ്പരുടെ നന്മയാണ് എന്ന് പറഞ്ഞ ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇതൊന്നും പോലെ ചാനലിലില്ല കേട്ടോ. അതൊക്കെ പിൻവലിച്ചിരിക്കണം. അതിപ്പോൾ നോക്കിയാൽ കിട്ടൂല. അത് ഞങ്ങളെന്ത് ചെയ്തിരിക്കണം, അപ്പം തന്നെ എടുത്തുവെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതോർത്ത് കരയാൻ തൗഫീഖ് ഉണ്ടായത് മൂപ്പരുടെ നന്മയാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പിൻവലിച്ചുക. ഇതൊക്കെ ഇയാൾ പറഞ്ഞതാണ്, മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്. അപ്പോൾ നോക്കണം നിങ്ങൾ, ഇതാണ് ഇവരുടെ അവസ്ഥ. എന്നാൽ എന്തേ ഇപ്പോൾ ഇവന് 5 ലക്ഷം മുത്താലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന വിഷയത്തിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. എന്തേലും ഉഷാദേ പറയണേ, അതും കൂടി പറഞ്ഞുകൂടേനടാ. കാരണം മർക്കസിൽ വെച്ചിട്ട് ഉസ്താദുമാരെല്ലാവരെയും വിളിച്ചുകാണ്ട് നടത്തിയപ്പോൾ അവിടെ സുലൈമാൻ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സുലൈമാൻ ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നില്ല. സുലൈമാൻ ഉസ്താദിനെ ക്ഷണിച്ചിട്ടുമില്ല. AP ഉസ്താദ് അവിടെ വെച്ചിട്ട് എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുത്തപ്പോൾ അതെന്താ വെച്ചാൽ പറയണേ? അത് കേട്ടിട്ടില്ല, അതോ കണ്ടിട്ടില്ലേ? എന്താ സംഗതി? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. 5 ലക്ഷം ജനങ്ങൾക്ക് ദർസ് ചൊല്ലി കൊടുക്കാൻ വേണ്ടി ഉസ്താദ് ഒരു കിതാബൊക്കെ ഇറക്കി. ആ കിതാബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മർക്കസിലേക്ക് ഒരുപാട് പണ്ഡിതന്മാരെ ക്ഷണിച്ചു. ആ പണ്ഡിതന്മാർക്ക് വേണ്ടി അവിടുന്ന് ഇജാസത്ത് കൊടുത്തു, ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇജാസത്ത് കൊടുത്തു. ആ പണ്ഡിതന്മാർ ഓരോ യൂണിറ്റുകളിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് സുലൈമാൻ ഉസ്താദ് വന്നിരുന്നില്ല. അതൊന്ന് അന്വേഷിച്ച് നോക്കൊണ്ട് എന്തേ കാരണമാവോ? സുലൈമാൻ ഉസ്താദിനെ ഇനിയിപ്പോൾ ആ പരിപാടിയിൽ നിന്നിട്ട് ഒഴിവാക്കിയോ? ഒന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ.